കോൺഗ്രസ് വിട്ട പ്രവർത്തകർക്ക് പൂങ്കുന്നം മുരളി മന്ദിരത്തിൽ ബിജെപി അംഗത്വം നൽകി പത്മജ വേണുഗോപാൽ. തന്റെ അച്ഛനും അമ്മയും ഉറങ്ങുന്ന സ്ഥലം താൻ ജീവിച്ചിരിക്കുമ്പോൾ സംഘികൾക്ക് വിട്ടു നൽകില്ലെന്ന് UDF സ്ഥാനാർത്ഥി കെ മുരളീധരൻ. രൗദ്രതാളങ്ങളുമായി അശ്വതികാവ് തീണ്ടി കോമരങ്ങൾ. ആയിരക്കണക്കിന് കോമരങ്ങളാണ് ശ്രീ കുറുമ്പക്കാവിനെ പ്രകമ്പനം കൊള്ളിച്ച് കാവ് തീണ്ടിയത്. അതിരപ്പള്ളി പൊങ്കലപ്പാറയിൽ സ്വകാര്യ ബസിന്റെ യാത്ര മുടക്കി കാട്ടാന. മഞ്ഞക്കൊമ്പൻ എന്ന ആനയാണ് 15 മിനിറ്റോളം ബസിന്റെ യാത്ര മുടക്കി വഴിയിൽ നിന്നത്. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് കുന്നംകുളത്ത് സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കി. തിങ്കളാഴ്ച രാവിലെ പ്രധാനമന്ത്രി കുന്നംകുളത്തെത്തും. വ്രതപുണ്യത്തിന്റെ വിശുദ്ധിയോടെ ഇസ്ലാം മത വിശ്വാസികൾ പെരുന്നാളിനൊരുങ്ങി. ഷവ്വാൽ അമ്പിളിപ്പിറ തെളിഞ്ഞാൽ നാളെ ചെറിയ പെരുന്നാൾ. വാർത്തകൾ വിശദമായി. പത്മജ വേണുഗോപാലിന് പിന്നാലെ 50ഓളം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ BJPയിലേക്ക് ചേർന്നു. ഇത് ഒരു തുടക്കം മാത്രമാണെന്നും കൂടുതൽ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ BJPയിൽ ചേരുമെന്നും പത്മജ വേണുഗോപാൽ. യൂത്ത് കോൺഗ്രസ് തൃശൂർ മണ്ഡലം വൈസ് പ്രസിഡന്റ് മനു പള്ളത്ത്, അയ്യന്തോൾ ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് കെ രാധാകൃഷ്ണൻ, ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി KK രാധാകൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള 50ഓളം പ്രവർത്തകരാണ് BJP അംഗത്വം സ്വീകരിച്ചത്. കല്യാണിക്കുട്ടിയമ്മയുടെ സ്മൃതിദിനത്തിൽ തൃശൂർ മുരളി മന്ദിരത്തിൽ നടന്ന ചടങ്ങിൽ പത്മജ വേണുഗോപാലും BJP നേതാക്കളും ചേർന്ന് അംഗത്വം നൽകി. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കൂടുതൽ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ BJPയിലേക്ക് എത്തുമെന്നും വർഷങ്ങളായി കോൺഗ്രസുമായി അടുപ്പമുള്ളവരാണ് ഇപ്പോൾ BJPയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതെന്നും പത്മജ പറഞ്ഞു. കോൺഗ്രസിന് ഫണ്ടില്ലെങ്കിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും എങ്ങനെ ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്യുന്നുവെന്നും സ്ഥിരം കാലുവാരുകാരായ കോൺഗ്രസുകാർ ഇത്തവണയും കാലുവാരുമെന്നും പത്മജ അഭിപ്രായപ്പെട്ടു. അവരൊക്കെ കുറേ നാളുകളായിട്ട് ഈ പറഞ്ഞ മാതിരി ശ്വാസം മുട്ടിയിരിക്കുകയായിരുന്നു. അവർക്ക് വേണ്ടിയൊക്കെ ഫൈറ്റ് ചെയ്യാൻ ഞാനുണ്ടായിരുന്നു. ഇപ്പം ഞാൻ പോയപ്പോൾ അവർക്കൊരു ആളില്ല എന്നുള്ളൊരു തോന്നലാണ്. അപ്പോൾ അവർ തന്നെ നിർബന്ധിച്ച്, ഞാൻ ആരോടും ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇലക്ഷൻ കഴിഞ്ഞാൽ ഒരു കുത്തൊഴുക്കുണ്ടാവും, നിങ്ങൾ വിചാരിക്കേണ്ട. അപ്പം ഈ പറഞ്ഞ മാതിരി ചിലപ്പോൾ ഞാനും ഇറങ്ങും. ഇപ്പം ഞാൻ ഒന്നിനും ഇറങ്ങിയിട്ടില്ല. ശരിക്കും അവരൊക്കെ നമ്മളുള്ള ഒരു ഇഷ്ടം കൊണ്ട് വരുന്നതാണ്. കാലുവാരൽ ഇവരുടെ സ്വഭാവമാണ്, അത് മാറില്ല. തുടങ്ങിയ കാലം തൊട്ടുള്ള കാലുവാരലാണ്. ഇപ്പം ഇത്തിരി കൂടി. പണ്ട് ശക്തരായിട്ടുള്ള നേതാക്കളെങ്കിലും ഉണ്ടായിരുന്നു. ഇപ്പം അങ്ങനെ ഒരു ശക്തരായിട്ടുള്ള ഒരു നേതാവ് എന്ന് പറയാൻ കോൺഗ്രസ്സിൽ ആരാളല്ല. മോദിജിയോട് ആരാധന ഉള്ളതുകൊണ്ടാണ് BJPയിലേക്ക് എത്തിയത്. സ്ത്രീകൾക്ക് ബഹുമാനം നൽകുന്ന പാർട്ടിയാണ് BJP. അച്ഛനു വേണ്ടി കൂടിയാണ് താൻ BJPയിൽ ചേർന്നതെന്നും ഒരു പുസ്തകം എഴുതിയാൽ പലതും തെളിവോടെ വിളിച്ചു പറയേണ്ടി വരുമെന്നും പത്മജ പറഞ്ഞു. എൻ്റെ പിതാവ് മാർക്സിസ്റ്റ് പാർട്ടിയായി ചേർന്ന് അദ്ദേഹം പാർട്ടി വിട്ടുപോയപ്പോൾ ആർക്കും ഈ ചോദ്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലേ. എൻ്റെ പിതാവിൻ്റെ വിഷമം കണ്ട ആൾ ഞാനാ. ഇതെൻ്റെ പിതാവ് എനിക്ക് എഴുതി തന്ന വീടാണ്. കാരണം എൻ്റെ സഹോദരന് തിരുവനന്തപുരത്തെ വീടും ഈ വീട് എനിക്കും എഴുതി തന്നു. BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ, സംസ്ഥാന സെക്രട്ടറി A നാഗേഷ്, ജില്ലാ പ്രഭാരി ഉണ്ണികൃഷ്ണൻ, മണ്ഡലം പ്രസിഡന്റ് രഘുനാഥ് C മേനോൻ എന്നിവർ സന്നിഹിതരായിരുന്നു. TC വിനോസ്, തൃശൂർ. അച്ഛനും അമ്മയും ഉറങ്ങുന്ന സ്ഥലം താൻ ജീവിച്ചിരിക്കുമ്പോൾ സംഘികൾക്ക് വിട്ടുകൊടുക്കില്ലെന്ന് UDF സ്ഥാനാർത്ഥി കെ മുരളീധരൻ. കല്യാണിക്കുട്ടിയമ്മയുടെ സ്മൃതി ദിനത്തിൽ പൂങ്കുന്നം മുരളി മന്ദിരത്തിൽ പത്മജ വേണുഗോപാൽ കോൺഗ്രസ് വിട്ട പ്രവർത്തകർക്ക് BJP അംഗത്വം നൽകിയതിനെ വിമർശിച്ച് സംസാരിക്കുകയായിരുന്നു മുരളീധരൻ. സംഘികളുടെ മുദ്രാവാക്യം കേൾക്കേണ്ട അവസ്ഥയൊന്നും K കരുണാകരനില്ല. അമ്മ ഒരിക്കലും രാഷ്ട്രീയ കാര്യങ്ങളിൽ ഇടപെട്ടിരുന്നില്ല. അച്ഛന്റെ നിഴലായി നടന്ന അമ്മയുടെ ഓർമ്മ ദിനത്തിൽ ഇത്തരമൊരു കാര്യം പത്മജ ചെയ്തതിൽ തനിക്ക് ദുഃഖമുണ്ട്. മുരളി മന്ദിരത്തിന്റെ കാര്യത്തിൽ തന്നെ ആരും ഉപദേശിക്കാൻ വരേണ്ടെന്നും മുരളീധരൻ പറഞ്ഞു. അമ്മയുടെ ചടങ്ങിൻ്റെ ദിവസം ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. അമ്മ വീട്ടിൽ വരുന്ന എല്ലാവരെയും സ്വീകരിച്ച ഒരു മാതൃകയായി. എല്ലാ കാലത്തും കോൺഗ്രസിൻ്റെ അച്ഛൻ്റെ ഒരു നിഴൽ പറ്റി മാത്രം നടന്ന് അച്ഛൻ പൊതുപ്രവർത്തനത്തിൽ ഏർപ്പെട്ട കാലത്ത് ഞങ്ങളെയൊക്കെ നോക്കി വളർത്തിയതാണ്. ആ കാലത്തൊക്കെ, എൻ്റെയൊക്കെ കുട്ടിക്കാലത്തൊക്കെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായി. അന്ന് INTUCയുടെ പ്രവർത്തകരാണ് സത്യം പറഞ്ഞാൽ. അന്ന് XMLA പെൻഷനൊന്നുമില്ല. ഞാനൊക്കെ ജനിക്കുമ്പോൾ അത് MLA അല്ല. പിന്നീട് 10 വർഷം കഴിഞ്ഞിട്ടാണ് അത് MLA ആയത്. പക്ഷെ അതിന് മുമ്പ് MLA ആയിരുന്നു തിരുവച്ചിയിൽ. കൊച്ചി അസംബ്ലിയിലും തിരുവച്ചി അസംബ്ലിയിലൊക്കെ അദ്ദേഹം അംഗമായി. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തിയിരുന്നത്
തൃശ്ശൂരത്തെ അന്നത്തെ INTC തൊഴിലാളികൾ. അവരുടെ ചുമടെടുത്തും ഒക്കെ അവർ അധ്വാനിച്ചുണ്ടാക്കുന്ന പണത്തിൻ്റെ ഒരു പങ്കാണ് അന്നത്തെ ഞങ്ങളുടെ വരുമാനം. ഭക്തി നിറവിൽ പതിനായിരങ്ങൾ അശ്വതി കാവ് തീണ്ടി. കാലിൽ ചിലമ്പും കയ്യിൽ പള്ളിവാളുമേന്തി ചെമ്പട്ടണിഞ്ഞാണ് കോമരങ്ങൾ കാവ് തീണ്ടിയത്. അമ്മേ ശരണം വിളികളോടെ എത്തിയ കോഴിക്കല്ല് മൂടിയതിന് മുകളിൽ ചെമ്പട്ട് വിരിച്ച് തലയിൽ രക്തം ഒലിപ്പിച്ച് ഉറഞ്ഞു തുള്ളിയാണ് മടങ്ങിയത്. ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് തൃച്ചന്ദന ചാർത്ത് പൂജ ആരംഭിച്ചത്. കുന്നത്ത് മഠം, നീലത്ത് മഠം, മീത്തിൽ മഠം എന്നീ 3 കുടുംബങ്ങളിലെ പ്രതിനിധികൾ ചേർന്നാണ് ശാക്തേയ വിധിപ്രകാരമുള്ള പൂജകൾ നിർവഹിച്ചത്. ദാരിക നിഗ്രഹത്തിനിടയിൽ മുറിവേറ്റ ദേവിക്ക് വൈദ്യനായ പാലക്കവേലന്റെ വിധിപ്രകാരം നടത്തുന്ന ചികിത്സയാണ് തൃച്ചന്ദന ചാർത്ത് എന്നാണ് വിശ്വാസം. 3 മണിക്കൂറിലധികം നീണ്ടുനിന്ന പൂജയിൽ കരിക്കിൻ നീരും മഞ്ഞൾപ്പൊടിയും ചേർത്തുണ്ടാക്കിയ മിശ്രിതം ദേവിക്ക് ചാർത്തി. തുടർന്ന് വലിയ തമ്പുരാൻ നിലപാട് തറയിൽ ഉപവിഷ്ടനായി. വലിയ തമ്പുരാന്റെ അനുമതി അറിയിച്ചുകൊണ്ട് കോയ്മ പട്ടുകുട ഉയർത്തിയതോടെ പാലക്കവേലൻ ദേവിദാസൻ ആദ്യം കാവ് തീണ്ടി. തുടർന്ന് വിവിധ ആൽത്തറകളിൽ നിന്നിരുന്നവർ കയ്യിൽ കരുതിയ മുളവടി ക്ഷേത്രത്തിന്റെ ചെമ്പോലിയിൽ അടിച്ച് ക്ഷേത്രം വലം വെച്ച് മഞ്ഞൾപ്പൊടിയും കുരുമുളകും ക്ഷേത്രത്തിലേക്ക് എറിഞ്ഞ് കാവ് തീണ്ടിയാണ് കോമരക്കൂട്ടങ്ങൾ മടങ്ങിയത്. വേലൂർ വെള്ളാട്ടഞ്ഞൂരിൽ അമ്മയും 3 കുഞ്ഞുങ്ങളും കിണറ്റിൽ ചാടി. 2 കുട്ടികൾ മരിച്ചു. ഇന്ന് ഉച്ചതിരിഞ്ഞ് 1:30യോടെയാണ് സംഭവം. വെള്ളാട്ടഞ്ഞൂർ ഫാത്തിമ മാതാ ദേവാലയത്തിന് സമീപം പൂന്തുരുത്തി വീട്ടിൽ അഖിലിന്റെ ഭാര്യ 28 വയസ്സുള്ള സൈന, മക്കളായ 9 വയസ്സുള്ള അഭിജയ, 5 വയസ്സുള്ള ആദിദേവ്, 1.5 വയസ്സുള്ള അഗ്നിക എന്നിവരാണ് കിണറ്റിൽ വീണത്. ഇതിൽ അഭിജയ്, ആദിദേവ് എന്നിവരാണ് മരിച്ചത്. എറണാകുളത്ത് ജോലി ചെയ്യുന്ന അഖിൽ ഇന്നലെ രാത്രിയിൽ വന്ന് ഇന്ന് കാലത്ത് 11:30 തിരിച്ചുപോയതിനു ശേഷമാണ് സംഭവം. അതിരപ്പള്ളി പൊകലപ്പാറയിൽ സ്വകാര്യ ബസിന്റെ യാത്ര മുടക്കി കാട്ടാന. ഇന്ന് രാവിലെ 7 മണിയോടെയാണ് പൊരിങ്ങൽകുത്തിലേക്ക് പോയിരുന്ന കൃഷ്ണ എന്ന ബസ് 15 മിനിറ്റോളം വഴിയിൽ കിടന്നത്. പ്രളയകാലത്ത് ചാലക്കുടി പുഴയിൽ ഒഴുക്കിൽപ്പെട്ട മഞ്ഞക്കൊമ്പൻ എന്ന ആനയാണ് വഴിയിൽ നിന്നത്. പ്ലാന്റേഷൻ മേഖലയിലാണ് കൂടുതലായും മഞ്ഞക്കൊമ്പനെ കാണപ്പെടുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കുന്നംകുളത്ത് എത്തുന്നതിന് മുന്നോടിയായി തൃശൂർ റേഞ്ച് DIG S അജിത ബീഗം സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തി. പ്രധാനമന്ത്രി ഹെലികോപ്റ്റർ ഇറങ്ങുന്ന ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ് ഗ്രൗണ്ട്, പരിപാടി നടക്കുന്ന കുന്നംകുളം ചെറുവത്തൂർ ഗ്രൗണ്ട് എന്നിവിടങ്ങളിലാണ് DIG സന്ദർശനം നടത്തി സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തിയത്. 15-ന് രാവിലെ 11 മണിക്കാണ് കുന്നംകുളം ചെറുവത്തൂർ ഗ്രൗണ്ടിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആലത്തൂർ, പൊന്നാനി ലോക്സഭാ മണ്ഡലങ്ങളിലെ BJP സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുക. മേഖലയിലെ സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി 1500-ലധികം പോലീസുകാരെ വിന്യസിക്കും. തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോകൻ, കുന്നംകുളം അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ അബ്ദുൾ ബഷീർ, ഗുരുവായൂർ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ C സുന്ദരൻ, കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ UK ഷാജഹാൻ, ഗുരുവായൂർ സ്റ്റേഷൻ ഹൌസ് ഓഫീസർ VC സൂരജ് എന്നിവരും DIGയോടൊപ്പം ഉണ്ടായിരുന്നു. ഒരു മാസക്കാലം നീണ്ടുനിന്ന ആത്മചൈതന്യത്തിൽ നിന്നും നേടിയെടുത്ത വിശുദ്ധിയോടെ പെരുന്നാൾ ആഘോഷിക്കാനൊരുങ്ങി ഇസ്ലാം മതവിശ്വാസികൾ. ഒരു മാസക്കാലം അന്നപാനീയങ്ങളും വികാരവിചാരങ്ങൾ വെടിഞ്ഞും മനസ്സും ശരീരവും അള്ളാഹുവിലേക്ക് സമർപ്പിച്ച് ആത്മസംശുദ്ധിയോടെയാണ് വിശ്വാസികൾ പെരുന്നാളിലേക്ക് പോകുന്നത്. ഇന്ന് മാനത്ത് ഷവ്വാൽ അമ്പിളിപ്പിറ കണ്ടുകഴിഞ്ഞാൽ തക്ബീർ ധ്വനികൾ മുഴങ്ങും. ഇതോടെ നോമ്പിന്റെ പൂർണ്ണത ലഭിക്കാനായി വിശ്വാസികൾ ഫിത്തർ സക്കാത്ത് നൽകും. പെരുന്നാളിന് ഒരാൾ പോലും പട്ടിണി കിടക്കരുതെന്നാണ് ഫിത്തർ സക്കാത്തിന്റെ ലക്ഷ്യം. ഓരോ വീട്ടിലെ അംഗങ്ങളും ചെറിയവർ മുതൽ വലിയവർ വരെ ഫിത്തർ സക്കാത്ത് നൽകണം. പെരുന്നാൾ നിസ്കാരം തുടങ്ങും മുൻപേ ഫിത്തർ സക്കാത്ത് നൽകണം.
ഓട്ടുപാറ ജില്ലാ ആശുപത്രിയിൽ സെക്യൂരിറ്റി സ്റ്റാഫിനെ കയ്യേറ്റം ചെയ്യുകയും ഡോക്ടറുടെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയും ചെയ്തു എന്നാരോപിച്ച് പോലീസ് അറസ്റ്റ് ചെയ്ത യൂത്ത് കോൺഗ്രസ് മുൻ ജില്ലാ കമ്മിറ്റി അംഗം സജിദ് അഹമ്മദിന് വടക്കാഞ്ചേരി മജിസ്ട്രേറ്റ് കോടതി ജാമ്യം അനുവദിച്ചു. പ്രോസിക്യൂഷൻ വാദങ്ങൾ നിലനിൽക്കുന്നതല്ലെന്ന പ്രതിഭാഗം അഭിഭാഷകൻ അഡ്വക്കേറ്റ് പി സജിത്തിന്റെ വാദങ്ങൾ പരിഗണിച്ചാണ് കോടതി ജാമ്യം അനുവദിച്ചത്. കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ ഭരണി ആഘോഷത്തിനെത്തിയ തമിഴ്നാട് സ്വദേശി ബസിന്റെ മുകളിൽ നിന്നും വീണു മരിച്ചു. ഊട്ടി മഞ്ചിയൂർ സ്വദേശി 27 വയസ്സുള്ള മനീഷ് കുമാറാണ് മരിച്ചത്. ഇന്ന് പുലർച്ചെ 3 മണിയോടെയായിരുന്നു സംഭവം. ഭരണി ആഘോഷത്തിനെത്തിയ സംഘത്തിൽ ഉൾപ്പെട്ട മനീഷ് കുമാർ ബൈപ്പാസിൽ നിർത്തിയിട്ട ബസിന് മുകളിൽ കിടന്നുറങ്ങുന്നതിനിടെയാണ് അപകടമുണ്ടായത്. എരുമപ്പെട്ടി മുരിങ്ങത്തേരിയിൽ മരം റോഡിലേക്ക് മറിഞ്ഞു വീണു. മരത്തിനടിയിൽപ്പെട്ട ബൈക്ക് യാത്രക്കാരൻ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. മുരിങ്ങത്തേരി കുരിശുപള്ളിക്ക് സമീപമാണ് അപകടമുണ്ടായത്. റോഡരികിൽ നിന്നിരുന്ന ഊങ്ങുമരം കടപുഴകി റോഡിലേക്ക് വീഴുകയായിരുന്നു. അതുവഴി ബൈക്കിൽ സഞ്ചരിച്ചിരുന്ന കുട്ടഞ്ചേരി കുന്നത്ത് പീടികയിൽ ഹംസയ്ക്ക് നിസ്സാര പരിക്കേറ്റു. മരത്തിനടിയിൽ കുടുങ്ങിക്കിടന്ന ഹംസയെ നാട്ടുകാരെത്തിയാണ് രക്ഷപ്പെടുത്തിയത്. ഞാനിപ്പോൾ ഇവിടെ എത്തിയുള്ളൂ. വണ്ടിയായിട്ട് ഇവിടെ ഈ സ്പോട്ടിൽ എത്തണം. എൻ്റെ മുമ്പ് വണ്ടി ഈ മരം മൊത്തം പൊട്ടിയിട്ട് എന്നെ ഇറങ്ങിട്ട് വന്നു. ഞാൻ പരമാവധി ബ്രേക്ക് ചെയ്തു. പക്ഷെ അപ്പോഴേക്കും ഞാൻ മരം വീഴും ചെയ്തു. ഞാൻ അതിൻ്റെ ഉള്ളിൽ പോയി പെടും ചെയ്തു. അപ്പോൾ വണ്ടി മൊത്തം അതിൻ്റെ ഉള്ളിൽ പെട്ടു, ഞാനും പെട്ടു. പക്ഷെ ഞാൻ എങ്ങനെ ആ കൊമ്പിൻ്റെ അടിയിൽ ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ ഉള്ളിൽ പളിങ്ങി കിടക്കുമ്പോൾ കിടന്നായിരുന്നു. ഞാനവിടെ നീക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ നീച്ച് പുറത്തേക്ക് അടി. വണ്ടി ഇവരെല്ലാവരും കൂടിയിട്ട് കൊമ്പൊക്കെ പൊക്കി മാറ്റിയിട്ടാണ് വണ്ടി പുറത്തേക്ക് കൊടുന്ന് വെച്ചത്. പെട്ടെന്ന് തന്നെ മരങ്ങൾ പൊട്ടിയിട്ട് വീഴുകയും ചെയ്തു റോഡിലേക്ക്. മരം വീണ് വൈദ്യുതി കേബിളുകൾ പൊട്ടി വീണതിനെ തുടർന്ന് വൈദ്യുതി വിതരണം മണിക്കൂറുകളോളം തടസ്സപ്പെട്ടു. KCB ഉദ്യോഗസ്ഥർ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചു. എളനാട് മാങ്ങ പറിക്കുന്നതിനിടെ മരത്തിൽ നിന്ന് വീണ് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. എളനാട് തേക്കിൻകാട് കോളനിയിൽ ലക്ഷ്മണന്റെ മകൻ 36 വയസ്സുള്ള വിനീതാണ് മരിച്ചത്. എളനാട് CITU ചുമട്ട് തൊഴിലാളി യൂണിയൻ അംഗമാണ്. കഴിഞ്ഞ മാസം 23-ന് ചേലക്കരയിലെ വീട്ടിലെ പറമ്പിൽ നിന്ന് മാങ്ങ പറിക്കുന്നതിനിടെയായിരുന്നു അപകടം. ചികിത്സയിലിരിക്കെ ഇന്ന് പുലർച്ചെയാണ് വിനീത് മരിച്ചത്. എരുമപ്പെട്ടിയിൽ ഓട്ടോറിക്ഷയിൽ കാറിടിച്ച് അപകടം. ഓട്ടോറിക്ഷ യാത്രക്കാരായ 5 പേർക്ക് പരിക്കേറ്റു. എരുമപ്പെട്ടി ജുമാ മസ്ജിദ് റോഡിന് മുന്നിലാണ് അപകടമുണ്ടായത്. ഓട്ടോ ഡ്രൈവർ പെരുമ്പലാവ് തിപ്പലശ്ശേരി സ്വദേശി മുഹമ്മദ് ഷാഫി, കുടുംബാംഗങ്ങളായ ഫെമി, മുഹമ്മദ് അഫ്സൽ, ഫാത്തിമ, ബുഷറ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കാർ മറ്റൊരു വാഹനത്തെ മറികടക്കാൻ ശ്രമിച്ചതാണ് അപകടത്തിന് കാരണമെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. പോർക്കുളത്ത് ഓട്ടോറിക്ഷ നിയന്ത്രണം വിട്ട് മറിഞ്ഞ് ചികിത്സയിലായിരുന്ന ഡ്രൈവർ മരിച്ചു. പോർക്കുളം ചെറുവത്തൂർ വീട്ടിൽ 50 വയസ്സുള്ള ജോയിയാണ് മരിച്ചത്. കഴിഞ്ഞ ഞായറാഴ്ച 3:30-യോടെയാണ് അപകടം ഉണ്ടായത്. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയായിരുന്നു മരണം. കുപ്രസിദ്ധ കുറ്റവാളി പുലി എന്നറിയപ്പെടുന്ന കാട്ടുകടവ് സ്വദേശി ഹാരിഷിനെ കാപ്പ ചുമത്തി ജയിലിലടച്ചു. കാട്ടൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലും സംസ്ഥാനത്തെ മറ്റ് സ്റ്റേഷനുകളിലും 50ഓളം കേസുകളിൽ പ്രതിയാണ് ഇയാൾ. എറണാകുളം ചേരനെല്ലൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ബേക്കറി ഉടമയെ വധിക്കാൻ ശ്രമിച്ച കേസിൽ ജയിലിലായിരുന്ന ഇയാൾ അടുത്തിടെയാണ് ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയത്. പുണ്യ റംസാൻ വ്രതശുദ്ധിയുടെയും നോമ്പിന്റെയും ദിനങ്ങളാണ്. സഹോദര്യവും സ്നേഹവും മതസൗഹാർദ്ദവും ഊട്ടിയുറപ്പിക്കുന്നതാണ് ഓരോ ഇഫ്താർ സംഗമങ്ങളും. റംസാൻ കാലം മുസ്ലിം മതവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വ്രതശുദ്ധിയുടെ പുണ്യദിനങ്ങളാണ്. സൂര്യോദയം മുതൽ സൂര്യാസ്തമയം വരെ അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ച് മനസ്സും ശരീരവും ശുദ്ധിയാക്കുന്ന നോമ്പിൻ്റെ പുണ്യദിനങ്ങൾ. പെരുന്നാൾ നാളുകളിലെ നോമ്പുതുറയോടനുബന്ധിച്ച് നടത്തുന്ന പ്രധാന ചടങ്ങുകളിലൊന്നാണ് ഇഫ്താർ സംഗമങ്ങൾ. മതേതര മൂല്യങ്ങൾക്ക് നേരെ വെല്ലുവിളി നേരിടുന്ന ഇക്കാലത്ത് കാലത്തിൻ്റെ അനിവാര്യത എന്ന പോലെ ഓരോ സമൂഹ നോമ്പുതുറകളും മതേതര മൂല്യങ്ങൾ കാത്തുസൂക്ഷിക്കുന്നതും മതസൗഹാർദ്ദങ്ങൾ ഊട്ടിയുറപ്പിക്കുന്നതുമാണ്. എല്ലാ കൊല്ലവും നോമ്പുതുറ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ചെറുനിലക്കായിരുന്ന നേരത്തെ ഉണ്ടായിരുന്നു, ഇന്ന് നല്ല ഭംഗിയായ രീതിയിൽ തന്നെ ദൈവം സഹായിച്ച് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ജാതി മത ഭേദമന്യേ ഞങ്ങൾ എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുന്നു. വിശപ്പിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ഏത് ആൾ വന്നാലും ശരി അവർക്ക് ഭക്ഷണം കൊടുക്കുക. ആ സമയത്ത്
അതിനെ ഞങ്ങൾ തടസ്സപ്പെടുത്താറില്ല. എല്ലാ ആൾക്കാരും ജാതിമത ഭേദമന്യേ ഏകോദര സഹോദരങ്ങളെ പോലെ സ്നേഹവും പങ്കുവയ്ക്കലും കൈമാറുന്ന കേന്ദ്രങ്ങളായി ഓരോ സമൂഹ നോമ്പുതുറകളും മാറിക്കഴിഞ്ഞു. ഹിന്ദു എന്നോ ക്രിസ്ത്യാനി എന്നോ മുസ്ലിം എന്നോ വ്യത്യാസമില്ലാതെ നാടൊന്നാകെ സംഘടിപ്പിക്കുന്ന ഇഫ്താർ വിരുന്നുകളിൽ ഇതര മതസ്ഥരുടെ പങ്കാളിത്തവും വർദ്ധിച്ചു വരികയാണ്. കൂടാതെ മുസ്ലിം സഹോദരങ്ങളോടൊപ്പം നോമ്പനുഷ്ഠിക്കുന്ന ഇതര മതസ്ഥരും നിരവധിയാണ്. ഇത് പ്രകടമായ മതസൗഹാർദ്ദത്തിൻ്റെ കാഴ്ച കൂടിയാണ്. റമളാൻ മാസത്തിലെ അവസാനത്തെ 10 നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളിലൂടെ നമ്മളെല്ലാവരും ഇസ്ലാം മതവിശ്വാസം കടന്നു പോകുന്നത്. ലൈലത്തുൽ ഖദറിൻ്റെ ആഗമനവും അതൊക്കെ ഞങ്ങൾക്ക് വലിയൊരു അനുഗ്രഹം നിറഞ്ഞൊരു മാസത്തിൻ്റെ അവസാന ദിനങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെയൊക്കെ ഞങ്ങൾക്ക് കിട്ടണം. അന്യമതസ്ഥരായിട്ടുള്ള ആൾക്കാരായിട്ടുള്ള സ്നേഹം ഊട്ടിനിർത്താനും അത് കൂടെ നിർത്താനും വിശപ്പിൻ്റെ വില എന്താണെന്നുള്ളത് മനസ്സിലാക്കാനൊക്കെ ഈ ഒരു ഞങ്ങളുടെ ഈ നോമ്പ് സഹായിക്കുന്നെന്നാണ് ഞങ്ങളുടെയൊക്കെ വിശ്വാസം. ജാതിമത വർണ്ണവർഗ ഭേദമന്യേ മതമേലധ്യക്ഷന്മാരും വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളും സാമുദായിക നേതാക്കളുമൊക്കെ പങ്കെടുക്കുന്ന സമൂഹ നോമ്പുതുറകൾ നാനാത്വത്തിൽ ഏകത്വമെന്ന ഭാരത സംസ്കാരത്തിൻ്റെ സന്ദേശം ഊട്ടിയുറപ്പിക്കുന്നതാണ്. മതത്തിനപ്പുറം ഒരുമയുടെയും സാഹോദര്യത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും കൂടിച്ചേരലുകൾ മാത്രമല്ല, ഒപ്പം മനുഷ്യ മനസ്സുകളിലെ വിശുദ്ധിയുടെ ആഴം തൊട്ടറിയാനുള്ള വേദികൾ കൂടിയാണ് ഇത്തരം ഇഫ്താർ സംഗമങ്ങൾ. ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ തമ്മിലടിക്കുന്ന ഇക്കാലത്ത് മതസൗഹാർദ്ദത്തിൻ്റെ പര്യായമായി മാറുകയാണ് ഇത്തരം സമൂഹ നോമ്പുതുറകൾ. ക്യാമറമാൻ ഷിബി പോട്ടോരിനോടൊപ്പം ശ്രീകേഷ് വെള്ളാനിക്കര, TCV ന്യൂസ്. കടവല്ലൂർ കൊള്ളഞ്ചേരി പാടശേഖരത്തിൽ കർഷക കൂട്ടായ്മ ജൈവരീതിയിൽ കൃഷി ചെയ്ത കണി വെള്ളരിയുടെ വിളവെടുപ്പ് തുടങ്ങി. 2 ഏക്കർ പാടശേഖരത്തിൽ വെള്ളരിക്ക് പുറമെ കുമ്പളം, മത്തൻ, കുക്കുംബർ, ചുരയ്ക്ക, തണ്ണിമത്തൻ എന്നിവയും കൃഷി ചെയ്തിട്ടുണ്ട്. 2 ടണ്ണോളം വെള്ളരി വിളഞ്ഞിട്ടുണ്ട്. വിളവെടുപ്പ് നേരത്തെ ആയതിനാൽ പ്രതീക്ഷിച്ച വില ലഭിക്കുന്നില്ല. കിലോയ്ക്ക് 28 രൂപയ്ക്കാണ് കർഷക കൂട്ടായ്മ വെള്ളരി വിൽക്കുന്നത്. വരും ദിവസങ്ങളിൽ വില കൂടുമെന്നാണ് പ്രതീക്ഷയെന്ന് കൃഷിക്ക് നേതൃത്വം നൽകുന്ന MK മൊയ്തീൻ, AP നസീം, K രാജൻ, MM കബീർ, M ശശി, അലി മുഹമ്മദ് എന്നിവർ പറഞ്ഞു. പെരുമ്പിലാവ് കർഷകർക്ക് പ്രതീക്ഷയായി കടവല്ലൂർ പാടശേഖരത്തിൽ തോട് നവീകരണത്തിന് പദ്ധതി വരുന്നു. വെള്ളം ലഭിക്കാതെ വേനലിൽ 200 ഏക്കറോളം നെൽകൃഷി കരിഞ്ഞുണങ്ങിയിരിക്കുന്നു. തോടിന്റെ ജലസംഭരണ ശേഷി കൂട്ടി കൂടുതൽ വെള്ളം ശേഖരിച്ച് കൃഷി നിലനിർത്തുകയാണ് പുതിയ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 10 ലക്ഷം രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്. മഴ ആരംഭിക്കുന്നതിന് മുൻപ് പണി പൂർത്തിയാക്കാൻ തിരക്കിട്ട ഒരുക്കങ്ങൾ തുടങ്ങി. പഞ്ചായത്തിന്റെ എഞ്ചിനീയറിംഗ് വിഭാഗം കഴിഞ്ഞ ദിവസം പാടത്ത് സർവേ നടത്തി. നവീകരണ ജോലികൾ ടെൻഡർ എടുക്കാൻ ആളുകൾ എത്താത്തത് അധികൃതർക്ക് തലവേദന സൃഷ്ടിക്കുന്നുണ്ട്. മഴയ്ക്ക് മുൻപ് നവീകരണം പൂർത്തിയാക്കിയില്ലെങ്കിൽ അടുത്ത സീസൺ കൃഷിക്കും വെള്ളത്തിനും ക്ഷാമം നേരിടും. കഴിഞ്ഞ വേനലിലും ചെറിയ തോതിൽ തോട് നവീകരണം നടത്തിയിരുന്നു. എന്നാൽ കൃഷിക്ക് ആവശ്യത്തിന് വെള്ളം സംഭരിക്കാൻ സാധിച്ചിരുന്നില്ല. ഇടതുമുന്നണി സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് VS സുനിൽകുമാറിന്റെ ഇരിങ്ങാലക്കുട മണ്ഡലം 2ാം ഘട്ട പര്യടന പരിപാടി വേളൂക്കര തൊമ്മാനയിൽ മന്ത്രി ഡോക്ടർ R ബിന്ദു ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് KK വിനയൻ അധ്യക്ഷത വഹിച്ചു. CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ TK സുധീഷ്, KS ജയ, LDF മണ്ഡലം കൺവീനർ ഉല്ലാസ് കളക്കാട്ട് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. കയ്പമംഗലം നിയോജക മണ്ഡലം ഇടതുപക്ഷ സംയുക്ത മത്സ്യത്തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ തീരദേശ സംഗമം നടത്തി. പെരിഞ്ഞനം സ്മാരകം സ്കൂളിന് സമീപം നടന്ന തീരദേശ സംഗമം മത്സ്യത്തൊഴിലാളി യൂണിയൻ CITU ജില്ലാ സെക്രട്ടറി NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. AITUC മത്സ്യത്തൊഴിലാളി യൂണിയൻ ജില്ലാ സെക്രട്ടറി BA ഗോപി അധ്യക്ഷത വഹിച്ചു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ചന്ദ്രശേഖരൻ, ET ടൈസൺ MLA, AITUC ജില്ലാ സെക്രട്ടറി KG ശിവാനന്ദൻ, CITU ജില്ലാ സെക്രട്ടറി AS സിദ്ധാർത്ഥൻ, ജില്ലാ കമ്മിറ്റി അംഗം BS ശക്തിധരൻ, NK സുരേഷ് എന്നിവർ സംസാരിച്ചു. കേന്ദ്ര ഏജൻസികളുടെ ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ പ്രതിഷേധിച്ച് LDF പന്നിത്തടം ലോക്കൽ കമ്മിറ്റി പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. CPM വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് KM നൌഷാദ് ഉദ്ഘാടനം ചെയ്തു. CPI ലോക്കൽ അസിസ്റ്റന്റ് സെക്രട്ടറി ES മുരളി അധ്യക്ഷത വഹിച്ചു. INL നേതാവ് ഷംസുദ്ദീൻ കാരങ്ങൽ, നേതാവ് ബജീഷ് എന്നിവർ സംസാരിച്ചു.
സ്വർണ്ണവില വീണ്ടും കൂടി. സ്വർണം പവന് 200 രൂപ കൂടി പവന് 52,800 രൂപയായി. ഗ്രാമിന് 25 രൂപ വർദ്ധിച്ച് 6,600 രൂപയായി. കാർഷിക സമൃദ്ധി വിളിച്ചോതി വീണ്ടും ഒരു വിഷു കൂടി എത്തുമ്പോൾ കണി കണ്ടുണരാൻ കാത്തിരിക്കുകയാണ് മലയാളികൾ. എന്നാൽ വിഷുദിനത്തിനും ഏറെ മുന്നേ കൈരളിയുടെ കണിത്താലം കണിക്കൊന്ന പൂക്കളാൽ സമൃദ്ധമാണ്. കണികാണലിൽ തുടങ്ങി ഏതൊരു വിഷു ആഘോഷങ്ങളിലും കണിക്കൊന്ന പൂക്കൾ സമ്മാനിക്കുന്ന ഊഷ്മളതയും ഗൃഹാതുരത്വവും ഓരോ മലയാളികൾക്കും പുത്തൻ ഉണർവേകുന്നതാണ്. അതിനാൽ മലയാളത്തിൻ്റെ പൊൻകിരണമായി കാഴ്ചയ്ക്ക് കുളിർമയേകി ഈ വേനൽ ചൂടിലും നാടെങ്ങും പൂത്തുലഞ്ഞു നിൽക്കുകയാണ് കണിക്കൊന്ന പൂക്കൾ. ഉള്ളുപൊള്ളിക്കുന്ന ഉച്ചവെയിൽ പോലും ഇവയുടെ ശോഭ കെടുത്തുന്നില്ല. ഇങ്ങനെ ഗ്രാമനഗര വ്യത്യാസമില്ലാതെ നാടിൻ്റെ നന്മമരമായി പെരുമ നിറച്ചു നിൽക്കുകയാണ് ഈ സംസ്ഥാന പുഷ്പം. പ്രകൃതിയുടെ പൊൻകിരീടമെന്ന് വിശേഷണമുള്ള കണിക്കൊന്ന പൂക്കൾ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ അരഞ്ഞാണമെന്നാണ് സങ്കല്പം. ഇതുകൊണ്ട് തന്നെയാണ് വിഷുക്കണി ഒരുക്കത്തിലെ പ്രധാനിയായി മാറിയതും. തിരക്കേറിയ ഇക്കാലത്ത് ഇൻസ്റ്റന്റ് ആഘോഷങ്ങളും പ്ലാസ്റ്റിക് കൊന്നപ്പൂവും കളം പിടിക്കാറുണ്ടെങ്കിലും കണിക്കൊന്നപ്പൂവില്ലാത്ത വിഷു ആഘോഷത്തെക്കുറിച്ച് മലയാളികൾക്ക് ചിന്തിക്കാനാവില്ല. അതുകൊണ്ട് തന്നെ വിഷു വിപണിയിലെ പൊന്നും വിലയുള്ള താരവും കണിക്കൊന്ന പൂക്കളാണ്. സമ്പൽ സമൃദ്ധമായ നല്ല നാളുകൾക്കായി കേരളത്തിൻ്റെ സമ്പന്നമായ പൈതൃകവും പാരമ്പര്യവും ഇഴചേർന്ന കണിയൊരുക്കത്തിനായി മലയാളികളും തയ്യാറായി കഴിഞ്ഞു. വി വിത്ത് VS എന്ന പേരിൽ സാംസ്കാരിക മഹാസംഗമം ഈ മാസം 11-ന് തൃശൂർ തെക്കേ ഗോപുരനടയിൽ നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. തൃശൂർ ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് VS സുനിൽകുമാറിന് വേണ്ടി വിവിധ കലാലയങ്ങളിലെ സുഹൃത്തുക്കൾ സംഘടിപ്പിക്കുന്നതാണ് സംഗമം. പുഷ്പാവതിയുടെ ആസാദി എന്ന ഗാനാവതരണത്തോടെ ആരംഭിക്കുന്ന സംഗമത്തിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം വായിക്കും. കലാസാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുക്കും. തുടർന്ന് അലോഷിയുടെ നേതൃത്വത്തിലുള്ള ഗാനസന്ധ്യ ഉണ്ടായിരിക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. PS ഇക്ബാൽ, C രാവുണ്ണി, TR അനിൽകുമാർ, സന്ധ്യ വേണുഗോപാൽ, N രാജൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ISM തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സൗഹൃദ ഇഫ്താർ സംഗമം നടത്തി. 3 പീടികയിൽ നടന്ന ഇഫ്താർ സംഗമം KNM ജില്ലാ പ്രസിഡന്റ് PK മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. ISM ജില്ലാ പ്രസിഡന്റ് സാലിഷ് വാടാനപ്പള്ളി അധ്യക്ഷത വഹിച്ചു. KNM കയ്പമംഗലം മണ്ഡലം സെക്രട്ടറി KK സേതു, സോൾഡാരിറ്റി ജില്ലാ സെക്രട്ടറി PJ ഷക്കീർ, മുസ്ലിം ലീഗ് മണ്ഡലം സെക്രട്ടറി മൻസൂർ ആന്താറത്തറ, AYF ജില്ലാ ഭാരവാഹി ഷിഹാബ്, ISM സംസ്ഥാന സമിതി അംഗം MA ഫൈസൽ തുടങ്ങിയവർ സംഗമത്തിൽ പങ്കെടുത്തു. CPM തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ അക്കൗണ്ട് ആദായ നികുതി വകുപ്പ് മരവിപ്പിച്ചതിൽ പ്രതിഷേധിച്ച് കാട്ടൂരിൽ LDFന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. LDF നേതാക്കളായ NB പവിത്രൻ, EG നജീബ്, TV വിജീഷ്, AJ ബേബി, ജൂലിയസ് ആന്റണി എന്നിവർ നേതൃത്വം നൽകി. തൃശൂർ പഴയ നടക്കാവ് പാണ്ഡി സമൂഹ മഠത്തിൽ ശ്രീരാമനവമി ആഘോഷങ്ങൾക്ക് കൊടിയുയർന്നു. സമൂഹാചാര്യൻ സുരേഷ് വാദ്യാരുടെ നേതൃത്വത്തിൽ പൂജാരി രാമകൃഷ്ണ അയ്യർ ധ്വജം ഉയർത്തി. സമൂഹമഠം പ്രസിഡന്റ് പ്രൊഫസർ ദേവനാരായണൻ, സെക്രട്ടറി S ശിവരാമകൃഷ്ണൻ, വെളപ്പായ കണ്ണൻ, കൃഷ്ണമൂർത്തി, രാജേഷ് എന്നിവർ നേതൃത്വം നൽകി. ഈ മാസം 17-നാണ് ശ്രീരാമനവമി. ഗാനമേളയിൽ പാട്ടുപാടി കാണികളെ ആവേശത്തിലാഴ്ത്തി വികാരിയച്ചൻ. തയ്യൂർ ഇടവകയിലെ തിരുനാളിനോടനുബന്ധിച്ച് നടന്ന ഗാനമേളയിലാണ് വികാരിയച്ചൻ കാണികളെ ആവേശം കൊള്ളിച്ച് പാട്ടുപാടിയത്. കടുക് ഫെയിം ഫാദർ ഗ്രിജോ വിൻസെന്റാണ് പാട്ടുപാടി സ്റ്റേജ് കൈയടക്കിയത്. വീഡിയോ ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ വൈറലാണ്.
കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ ജനാധിപത്യ വിരുദ്ധ നടപടിയിൽ പ്രതിഷേധിച്ച് ഇടതുമുന്നണി ചിറ്റാട്ടുകര മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. CPM ജില്ലാ കമ്മിറ്റി അംഗം TV ഹരിദാസൻ പ്രതിഷേധ പ്രകടനം ഉദ്ഘാടനം ചെയ്തു. PG സുബിദാസ് അധ്യക്ഷത വഹിച്ചു. PL ഡൊമിനി, CF രാജൻ, ലതി വേണുഗോപാൽ എന്നിവർ സംസാരിച്ചു. തൃശൂർ വടക്കേച്ചിറ അശോകേശ്വരം മഹാദേവ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന ചടങ്ങുകൾക്ക് ആനയെ അനുവദിക്കാതെ കൊച്ചിൻ ദേവസ്വം ബോർഡ്. അശോകേശ്വരം ദേവസ്വം ഓഫീസറാണ് വീഴ്ച വരുത്തിയതെന്ന് ക്ഷേത്ര ഉപദേശക സമിതി കുറ്റപ്പെടുത്തി. ആനയില്ലാതെയാണ് എഴുന്നള്ളിപ്പ് ആരംഭിച്ചത്. എഴുന്നള്ളിപ്പ് ചടങ്ങുകൾ അവസാനിക്കാറായപ്പോഴാണ് ഒരു പിടിയാനയെ എത്തിച്ചതെന്ന് ഉപദേശക സമിതി ഭാരവാഹികൾ പറഞ്ഞു. സംഭവം ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതായും ഉപദേശക സമിതി അംഗങ്ങൾ പറഞ്ഞു. കൊടകര പ്രസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ SN ഹാളിൽ ഇഫ്താർ മീറ്റും സമാദരണവും സംഘടിപ്പിച്ചു. സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. കൊടകര ജുമാ മസ്ജിദ് ഇമാം അബ്ദുൾ അസീസ് സഖാഫി സന്ദേശം നൽകി. പ്രസ് ക്ലബ് പ്രസിഡന്റ് IR രാജൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ, SN ട്രസ്റ്റ് ചെയർമാൻ TA രാജൻ ബാബു, പ്രസ് ക്ലബ് സെക്രട്ടറി കൊടകര ഉണ്ണി, വൈസ് പ്രസിഡന്റ് PK നൌഷാദ് എന്നിവർ സംസാരിച്ചു. വിവിധ പുരസ്കാരങ്ങൾക്ക് അർഹരായ ലോനപ്പൻ കടമ്പോട്, K പ്രസാദ്, KV ഹരീന്ദ്രൻ, KV സുരേഷ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. എരുമപ്പെട്ടി മഹല്ല് നിവാസികളുടെ നേതൃത്വത്തിൽ ത്വാഹ മസ്ജിദിൽ വിപുലമായ നോമ്പുതുറ നടത്തി. മുഹമ്മദ് ബാഗവി, ജലീൽ തങ്ങൾ, സഹീർ ഫാസിലി എന്നിവർ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. ജീവകാരുണ്യ സംഘടനയായ പൂവത്തൂർ ജെന്റിൽമാൻസ് ക്ലബിന്റെ വാർഷിക പൊതുയോഗവും കാരുണ്യ ഫണ്ട് വിതരണവും നടന്നു. ക്ലബ്ബ് പ്രസിഡന്റ് ജെയിംസ് ആന്റണി അധ്യക്ഷനായിരുന്നു. നിർധന കുടുംബത്തിന് ജെന്റിൽമാൻസ് ക്ലബിന്റെ 500,000 രൂപയുടെ വിദ്യാഭ്യാസ സഹായം പ്രസ് ഫോറം ജനറൽ സെക്രട്ടറി ബിജോയ് പെരുമാട്ടിൽ വിതരണം ചെയ്തു. ജനറൽ കൺവീനർ OJ ഷാജൻ, VG തോംസൺ, EJT ദാസ്, PK ബാബു, അഡ്വക്കേറ്റ് PT ഫ്രാൻസിസ് തുടങ്ങിയവർ സംസാരിച്ചു. കേരള തീരത്ത് ഇന്ന് രാത്രി 11:30 വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യത. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ്. ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും ഒഴിവാക്കണമെന്ന് മുന്നറിയിപ്പ്. 1.4 മീറ്റർ വരെ തിരമാല ഉയർന്നേക്കും. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായാണ് കടൽ ക്ഷോഭിക്കുന്നതെന്ന് സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. വടക്കാഞ്ചേരി ചോറ്റുപാറ സെന്റ് ജോസഫ് ദേവാലയത്തിൽ ദൈവകരുണയുടെ തിരുനാൾ ആഘോഷിച്ചു. തിരുക്കർമ്മങ്ങൾക്ക് വികാരി ഫാദർ ആന്റണി അമ്മത്തൻ കാർമ്മികത്വം വഹിച്ചു. കൈക്കാരന്മാരായ ജോബി കുരുവിനാൽ തൊടി, ജോസ് കൊണ്ടിയാരത്ത് എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ഗുരുവായൂർ കാവിയുടെ സെന്റ് ജോസഫ് പള്ളിയിലെ തിരുനാൾ 12 മുതൽ 15 വരെ ആഘോഷിക്കും. 12-ന് വൈകിട്ട് ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ NK അക്ബർ MLA നിർവഹിക്കും. 13-ന് രാവിലെ 6-ന് നടക്കുന്ന ദിവ്യബലിക്ക് ശേഷം കൂടുതുറക്കൽ ശുശ്രൂഷ നടക്കും. ഫാദർ വർഗീസ് പാലത്തിങ്കൽ കാർമ്മികത്വം വഹിക്കും. 14-ന് രാവിലെ 10:30-ന് ആഘോഷമായ ദിവ്യബലിക്ക് ഫാദർ ജേക്കബ് പള്ളിപ്പുറത്ത് മുഖ്യ കാർമ്മികനാകും. വൈകിട്ട് കുർബാനയ്ക്ക് ശേഷം തിരുനാൾ പ്രദക്ഷിണം, വർണ്ണക്കാഴ്ച എന്നിവയുണ്ടാകും. വികാരി ഫാദർ ഫ്രാൻസിസ് നിലങ്കാവിൽ, ജനറൽ കൺവീനർ CV ജെയ്സൺ, PRO FM ജോയ്, ട്രസ്റ്റിമാരായ ഫുൾജൻ ഫ്രാൻസിസ്, MM ബോസ്കോ, VJ ട്രിജോ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. പടിഞ്ഞാറെ വെള്ളാനിക്കര ശ്രീ അയ്യപ്പൻകാവ് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന ഉത്സവത്തോടനുബന്ധിച്ച് മണ്ണുത്തി സംഗീത ഭാരതി അവതരിപ്പിച്ച കരോക്കെ ഗാനമേള ശ്രദ്ധേയമായി. സുനിൽകുമാർ, ജയപ്രകാശ്, അംബിക, ബീന മേനോൻ, സോജി, അജിത്, നീഹാര തുടങ്ങിയവർ ഗാനങ്ങൾ ആലപിച്ചു. സംസ്ഥാന PTA കർമ്മശ്രേഷ്ഠ പുരസ്കാരവും കേരളത്തിലെ മികച്ച NCC ഓഫീസർക്കുള്ള ദേശീയ അവാർഡും കരസ്ഥമാക്കിയ സംസ്കൃത അധ്യാപകൻ മേജർ PJ സ്റ്റൈജുവിനെ തൃശൂർ ജില്ലാ ഹയർ സെക്കൻഡറി സംസ്കൃത അധ്യാപക ഫോറം ആദരിച്ചു. തൃശൂർ ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ കൂട്ടായ്മ ചെയർമാൻ EB ഷൈജ അധ്യക്ഷയായിരുന്നു. 23 കേരള ബറ്റാലിയൻ അസോസിയേറ്റഡ് NCC ഓഫീസറും കഥകളി കലാകാരിയുമായ മേജർ മായ നെല്ലിയോട് ഉപഹാരം നൽകി. അധ്യാപകരായ MK സുനിത, CC ശ്രീലേഖ, A രമ്യ, ഡോക്ടർ പ്രമീള,
പി നന്ദകിഷോർ, PJ സ്റ്റൈജു തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. കോൺഗ്രസ് വിട്ട പ്രവർത്തകർക്ക് പൂങ്കുന്നം മുരളി മന്ദിരത്തിൽ BJP അംഗത്വം നൽകി പത്മജ വേണുഗോപാൽ. തന്റെ അച്ഛനും അമ്മയും ഉറങ്ങുന്ന സ്ഥലം താൻ ജീവിച്ചിരിക്കുമ്പോൾ സംഘികൾക്ക് വിട്ടുകൊടുക്കില്ലെന്ന് UDF സ്ഥാനാർത്ഥി K മുരളീധരൻ. രൗദ്രതാളങ്ങളുമായി അശ്വതി കാവ് തീണ്ടി കോമരങ്ങൾ. ആയിരക്കണക്കിന് കോമരങ്ങളാണ് ശ്രീ കുറുമ്പക്കാവിനെ പ്രകമ്പനം കൊള്ളിച്ച് കാവ് തീണ്ടിയത്. അതിരപ്പള്ളി പൊകലപ്പാറയിൽ സ്വകാര്യ ബസിന്റെ യാത്ര മുടക്കി കാട്ടാന. മഞ്ഞക്കൊമ്പൻ എന്ന ആനയാണ് 15 മിനിറ്റോളം ബസിന്റെ യാത്ര മുടക്കി വഴിയിൽ നിന്നത്. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് കുന്നംകുളത്ത് സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കി. തിങ്കളാഴ്ച രാവിലെ പ്രധാനമന്ത്രി കുന്നംകുളത്തെത്തും. വ്രതപുണ്യത്തിന്റെ വിശുദ്ധിയോടെ ഇസ്ലാം മത വിശ്വാസികൾ പെരുന്നാളിനൊരുങ്ങി. ഷവ്വാൽ അമ്പിളിപ്പിറ തെളിഞ്ഞാൽ നാളെ ചെറിയ പെരുന്നാൾ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.